എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അർജുനും ജോൺമണിയും തമ്മിൽ എന്താണ് ബന്ധം? അർജുൻ ജോൺമണിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു അത്രേ. അയ്യോ, എന്നിട്ട് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവര് സ്ട്രേഞ്ചേഴ്സിനെ പോലെ അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് വന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് അതിന്റെ ഭാഗമായി ഉണ്ടായൊരു ഫ്രണ്ട്ഷിപ്പ് പോലെ മാത്രം, അതായത് എല്ലാ മത്സരാർത്ഥികളെയും പോലെ മാത്രം അവർ നിന്നുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചത് എന്തിനാണ്? എക്സ് ബോയ് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ എക്സ് ഗേൾ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഓടിപ്പോയി ഹഗ് ചെയ്യുകയും പഴുതിനേക്കാൾ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുകയും ആ ഒരു കൂട്ടുകെട്ട് പുതുക്കുകയും ചെയ്യുന്ന എത്ര മലയാളികളുണ്ട്, എത്ര ജനങ്ങളുണ്ട്? മലയാളികൾ എന്ന് ഞാൻ എടുത്തു പറഞ്ഞതിന്റെ കാര്യം, ഫോറിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ആ കൾച്ചറിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. എക്സ് ബോയ് ഫ്രണ്ട്സ് ആൻഡ് എക്സ് ഗേൾ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഓടിപ്പോയി ഹഗ് ചെയ്യുകയും പണ്ടത്തിനേക്കാൾ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുകയും കാഴ്ചക്കാർക്ക് കണ്ണിന് കുളിർമ കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? അർജുൻ ചെയ്തതും ഇത്ര മാത്രമാണ്. പഴയ കാര്യമല്ലേ, അടഞ്ഞ പുസ്തകമല്ലേ, കുത്തി തുറക്കണ്ട എന്നല്ലേ എല്ലാവരും വിചാരിക്കത്തുള്ളൂ, അതും ഇതുപോലെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ. അർജുൻ ജോൺമണിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്നുള്ള രീതിയിൽ ചർച്ചകൾ അങ്ങോട്ട് നടക്കുകയാണ്. എക്സ് ബോയ് ഫ്രണ്ട് അല്ലേ, നിലവിലത്തെ ബോയ് ഫ്രണ്ട് അല്ലല്ലോ. ഈ ജോൺമണിക്ക് എന്തിന്റെ പ്രശ്നമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ജോൺമണിക്ക് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നപ്പോൾ മത്സരാർത്ഥികളായി അർജുൻ ഫേസ് ടു ഫേസ് നിന്ന സമയത്ത് എന്തുകൊണ്ട് ജോൺമണി ഇത് പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുത്തില്ല? ജോൺമണി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്ന കുറ്റങ്ങൾ കൊണ്ട് അറിയാമല്ലോ എന്തൊക്കെ തെറ്റുകളാണ് വന്നു പോയിട്ടുള്ളതെന്ന്. ജോൺമണിക്ക് എന്തോ ശപിക്കാനും അനുഗ്രഹിക്കാനും ഒക്കെയുള്ള പ്രത്യേക ഒരു വരം കിട്ടിയതുപോലെയായിരുന്നു. ആരെങ്കിലും അടുത്തൂടെ ഒന്ന് തുമ്മിക്കൊണ്ട് പോയാൽ അവരെ ശപിക്കുക, ഒരു വകയ്ക്ക് കൊള്ളില്ലാത്ത വർത്തമാനങ്ങൾ വായിൽ നിന്ന് വരിക, ഇഷ്ടമില്ലാത്തവരെ കാണുമ്പോൾ തുപ്പുക, ഇങ്ങനെയൊക്കെയുള്ള വൃത്തികേടുകൾ കാണിച്ച് അത്രമാത്രം ധൈര്യമുള്ള ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു ജോൺമണി എന്നൊക്കെ പറയുന്ന ചിലരുണ്ട്. അത്രയും സ്ട്രോങ് ആയിരുന്ന ജോൺമണി എന്തുകൊണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അർജുൻ എന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞില്ല? പറയേണ്ട ആവശ്യമില്ലായിരുന്നു, ജോൺമണിക്ക് അറിയാമല്ലേ. അങ്ങനെയുള്ള ജോൺമണി എന്തുകൊണ്ട് പുറത്തിറങ്ങിയതിനു ശേഷം ഈ അനാവശ്യ കാര്യം അല്ലെങ്കിൽ അടച്ചു വെച്ച പുസ്തകം വീണ്ടും തുറക്കുന്നു? അത് ഒരാളെ ഡീഗ്രേഡ് ചെയ്യിപ്പിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്തിനാണ് എക്സ് ബോയ് ഫ്രണ്ടിന്റെ കാര്യം പറയുന്നത്? അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. കാട്ടിത്തരം ദയാ അശ്വതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദയാ അച്ചു, എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ. ആ യുവതി ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഏതോ ഒരു സീസണിൽ ഉണ്ടായിരുന്നു. ഒരു മത്സരാർത്ഥിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞായിരുന്നു, ഇദ്ദേഹം എന്റെ ഒരു ബോയ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാമെന്നൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന്. ആ മത്സരാർത്ഥി ഏതാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ദയാ അശ്വതിക്ക് ഉണ്ടായിരുന്ന ധൈര്യത്തിന്റെ പകുതി പോലും ജോൺമണിക്ക് ഇല്ലായിരുന്നു. അത്രയ്ക്കങ്ങ് വലിയ ധൈര്യമായിരുന്നെങ്കിൽ ഈ ഗെയിം ഷോയ്ക്കുള്ളിൽ നിന്നപ്പോൾ തന്നെ പറയണമായിരുന്നു. അല്ലാതെ തോറ്റു തുന്നം പാടി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മത്സരാർത്ഥിക്കെതിരെ അദ്ദേഹം എന്റെ എക്സ് ലവറാണ്, എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു നടക്കുകയാണെങ്കിൽ നിലവിലുള്ള ബോയ് ഫ്രണ്ടിന്റെ കാര്യം കൂടെ പറയൂ, എല്ലാവരും അതൊന്ന് കേൾക്കട്ടെ. അല്ലേലും മലയാളികൾ ഇങ്ങനെ കഴിഞ്ഞ കാര്യങ്ങൾ കുത്തി തുറക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. എക്സ് ബോയ് ഫ്രണ്ട്സ് വന്നിരുന്ന അനാവശ്യങ്ങൾ പറയുക, അത് അവരുടെ ജീവിതത്തിൽ നിന്നും അറുത്ത് മാറ്റിക്കളഞ്ഞ ഒരു ഏടാണ്. ഈ ജോൺമണി എന്ന് പറയുന്ന വ്യക്തി തന്നെ പറയുന്നുണ്ട് എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്ന്. അർജുൻ അപ്പോൾ ഈ ജോൺമണി എന്ന് പറയുന്ന വ്യക്തിയെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി വെച്ചിട്ട് ഒരു വർഷം അങ്ങാണ്ട് കഴിഞ്ഞു. പിന്നെ ജോൺമണി പോയിരുന്ന ഇതിനെക്കുറിച്ച് പറയുന്നത് എന്തിനാ? അങ്ങനെ ജോൺമണി അത്ര ധൈര്യത്തോടുകൂടി പറയുകയാണെങ്കിൽ ജോൺമണിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ബോയ് ഫ്രണ്ട്സിനെ കുറിച്ചും പറയുക, എല്ലാവരും കേൾക്കട്ടെ. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മലയാളം സോഷ്യൽ മീഡിയ ഇങ്ങനെ ത്വര പിടിച്ചങ്ങോട്ട് ചർച്ച ചെയ്യുകയാണ്. എന്തിന്? അർജുൻ ജോൺമണിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു, എന്നിട്ട് എന്തുകൊണ്ട് ഇവർ പരിചയമില്ലാത്തവരെ പോലെ നിന്നു? എക്സ് ബോയ് ഫ്രണ്ട്സിനെ എക്സ് ഗേൾ ഫ്രണ്ട്സിനെ എന്നെങ്കിലും കണ്ടുമുട്ടിയാൽ നിങ്ങളൊക്കെ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? അർജുൻ ജോൺമണിയോട് കാണിച്ച സ്നേഹത്തിന്റെ പകുതി പോലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ശത്രുവിനെ പോലെ മാത്രമല്ലേ കരുതാൻ പറ്റത്തുള്ളൂ. എത്ര വാർത്തകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ പേരിൽ വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊല്ലുക, നടു റോഡിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഈ മലയാളി സമൂഹമാണോ ഇപ്പോൾ ഈ ഒരു കാര്യത്തെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്? ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വരുന്ന മത്സരാർത്ഥികളുടെ എക്സ് ബോയ് ഫ്രണ്ട്സിനെയും ഗേൾ ഫ്രണ്ട്സിനെയും കുത്തിച്ചകഞ്ഞെടുക്കേണ്ട കാര്യം എന്താ? ജോൺമണിക്ക് അങ്ങ് ഭയങ്കര ധൈര്യമായിരുന്നെങ്കിൽ ജോൺമണി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നപ്പോൾ പറയണമായിരുന്നു. അല്ലാതെ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഞാനോ തോറ്റ് ഇനി ബാക്കിയുള്ളവരുടെ മുഖത്തും കൂടെ ചെളിവാരിത്തേക്കും ഞാൻ. ജോൺമണി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നപ്പോഴാണെങ്കിലും പുറത്തിറങ്ങിയപ്പോഴാണെങ്കിലും ജോൺമണിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.